വടക്കൻ പ്രണയപർവം എന്ന മൂവിയിലെ ടീമാണ് നിന്നോടൊപ്പം. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. മൊത്തം കഥയൊക്കെ പറഞ്ഞപ്പോൾ രസമുണ്ട്. നല്ലൊരു കുറേ നാൾക്ക് ശേഷം ഒരു ക്യാമ്പസ് ഒരു ലവ് സ്റ്റോറിയും പൊളിറ്റിക്സും എല്ലാം. പിന്നെ നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്ന കിണറിന് വരെ കഥ പറയാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. അതെ അതിൽ സൂക്ഷിച്ചു നോക്കിയാൽ മതി. ഒരു വടക്കൻ പ്രണയപർവം, ഇത് നമ്മൾ ഒത്തിരി വടക്കൻ പ്രണയ കഥ അല്ലെങ്കിൽ വടക്കൻ സെൽഫി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിന് ഈ ഒരു വടക്കൻ പ്രണയ കഥ എന്നൊരു വടക്കൻ പ്രണയപർവം എന്ന് പേരിടാണ്ട ഒരു റീസൺ എന്തായിരുന്നു? കേരളത്തിന്റെ വടക്ക് ഭാഗത്തുള്ള കഥ കണ്ണൂർ. എന്താണ് ഇതിന്റെ ഒരു ഫുൾ ലവ് സ്റ്റോറി എന്ന് മനസ്സിലായി. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? ഇതൊരു ക്യാമ്പസ് സിനിമയാണ്. പറഞ്ഞ പോലെ ക്യാമ്പസിൽ സാധാരണ എന്തായാലും രാഷ്ട്രീയം, പ്രണയം, സൗഹൃദം എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്നാൽ പുള്ളി കുറച്ചും കൂടി പ്രണയത്തിന് ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. എന്നാലും ബ്രേക്കപ്പിന് സാധാരണ വിഷമം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചേട്ടനെ കാണാൻ ഉണ്ണിമൂന്നിനെ കട്ടുണ്ടെന്നായാലും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഉത്തരം ഞാൻ പറയില്ല. കാരണം എന്താ അറിയാം, അയാളുടെ ഒരു രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കമന്റിലൊക്കെ ഇടയ്ക്ക് കാണും. ഹായ്, ഞാൻ അശ്വതി. സെല്ലിനുള്ളിലെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വടക്കൻ പ്രണയപർവം എന്ന മൂവിയിലെ ടീമാണ് നിന്നോടൊപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. കാർത്തികേയനൊക്കെ ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ. റീൽസ് ഒക്കെ കണ്ട് ഭയങ്കര, ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണാറുണ്ട്. എന്താ ഭയങ്കര എനർജി ഇല്ലാതെ? അല്ലാണ്ടുണ്ട്. ഞങ്ങൾ തൊട്ടുമ്പത്തെ ഇന്റർവ്യൂല് ഒത്തിരി ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ വെച്ച് കരയുന്ന പോലെയൊക്കെ അങ്ങ് ഇരിക്കുമോ? സൂര്യ ചേട്ടാ, എല്ലാവർക്കും സൂര്യചേട്ടൻ അതാരാ? അല്ല, നമുക്ക് റെസ്പെക്ട്, നമ്മൾ നേരത്തെ അങ്ങനെ സംസാരിച്ചിട്ടുള്ള, അതുകൊണ്ട് നമ്മൾ നേരത്തെ പരിചയമുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ഇത് റെസ്പെക്റ്റോട് സംസാരിച്ചത്. അപ്പോൾ ഒരു വടക്കൻ പ്രണയ പർവം, എന്താണ് ഇതിന്റെ ഒരു ഫുൾ ലവ് സ്റ്റോറി എന്ന് മനസ്സിലായി. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? ഇതൊരു ക്യാമ്പസ് സിനിമയാണ്. പറഞ്ഞ പോലെ ക്യാമ്പസിൽ സാധാരണ എന്തായാലും രാഷ്ട്രീയം, പ്രണയം, സൗഹൃദം എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്നാൽ പുള്ളി കുറച്ചും കൂടി പ്രണയത്തിന് ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതും ഒരു റീസെന്റ് ടൈം പീരീഡ് അല്ല, കുറച്ചും കൂടി പഴയ കാലഘട്ടമാണ്. അങ്ങനെ നേരത്തെ ചോദിച്ചപ്പോൾ നായികൻ ഇപ്പൊ നേരിട്ട് കാണുന്നതും അതായത് കുറച്ചും പഴയ കാലഘട്ടത്തെയാണ്. എല്ലാവരുടെയും കോസ്റ്റ്യൂമിലാണ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫീൽ റൊമാൻറ്റിക് സിനിമയാണ്, ക്യാമ്പസ് സിനിമയാണ്. ഒരു വടക്കൻ പ്രണയപർവം, ഇത് നമ്മൾ ഒത്തിരി വടക്കൻ പ്രണയ കഥ അല്ലെങ്കിൽ വടക്കൻ സെൽഫി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിന് ഈ ഒരു വടക്കൻ പ്രണയ കഥ എന്നൊരു വടക്കൻ പ്രണയപർവം എന്ന് പേരിടാണ്ട ഒരു റീസൺ എന്തായിരുന്നു? കേരളത്തിന്റെ വടക്ക് ഭാഗത്തുള്ള കഥ കണ്ണൂർ. അതുകൊണ്ടാണ് ആ ഒരു പേര്. ഡയറക്ടർ രണ്ടുപേരുണ്ട്. അതിലൊരാള് കണ്ണൂരാണ്. പിന്നെ സ്ലാങ്ങൊക്കെ നമ്മുടെ കണ്ണൂർ സ്ലാങ് ആണ് വരുന്നത്. അപ്പം വടക്കന്റെ കഥകൾ, വടക്കൻ വീരകഥ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ക്യാമ്പസ് ചിത്രമാണ്. ഓക്കെ, ഓരോരോ ആൾക്കാരുടെ ക്യാരക്ടർ, ഇപ്പം ചേട്ടൻ ഇപ്പോ നായകനാണ് ഇതിൽ. ഇപ്പൊ ബാക്കിയുള്ളവരുടെ നമ്മൾ ട്രെയിലർ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പോ ഓരോരുത്തരുടെ ക്യാരക്ടർ എന്തുവാന്നൊന്നും. എന്റെ ക്യാരക്ടർ നായകനായിട്ടുള്ള ക്യാരക്ടറാണ്. എന്റെ സുഹൃത്ത് വിനീത്. വിനീതിന്റെ ക്യാരക്ടർ എന്റെ സുഹൃത്തായിട്ടുള്ള ക്യാരക്ടറാണ്. ഈ പറഞ്ഞ പോലെ ബേസിക്കലി ഞങ്ങൾ കൂടുതലായിട്ട് 3 സുഹൃത്തുക്കളാണ്. ഞാൻ, പുള്ളി, നമ്മുടെ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഇങ്ങനെ പോകുന്നു. എനിക്ക് എന്റെ സൈഡായിട്ട് പറയാൻ എനിക്കൊരു റൊമാൻസ് ട്രാക്ക് ഉണ്ട്. അത് ബ്രേക്കപ്പ് ആവുന്നു, അതിന്റെ വിഷമങ്ങള്, കാര്യങ്ങള് അങ്ങനെ പോകുന്ന ക്യാരക്ടറാണ്. ബ്രേക്കപ്പ് ആയിട്ട് കരയുന്ന സംഭവം കരയുന്നത് അങ്ങനെയൊന്നുമല്ല. എന്നാലും ബ്രേക്കപ്പിന് സാധാരണ വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ സാഹചര്യങ്ങൾ, സാഹചര്യത്തിന് സമ്മർദ്ദം മനസ്സിലാവും എന്തിനാ. അല്ല, ശരിക്കും ഞാനല്ല തേച്ചത്. പിന്നെ ഞാൻ തേച്ചിട്ടൊന്നുമില്ല. അല്ല, പക്ഷെ ഞാനല്ല തേച്ചത്. കയ്യിലിരിപ്പ് കൊണ്ടാണ് പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്
ഞാൻ ആ പോയിന്റ് പറഞ്ഞ ചിലപ്പോ സിനിമയുടെ ഒരു മനസ്സിലായി. മൂവി കണ്ടിട്ട് നമുക്ക് നോക്കാമല്ലോ. ഇപ്പൊ ഇതില് കാർത്തിക് ചേട്ടൻ വന്നിട്ട് ഇതില് ഭയങ്കര പോസ്റ്ററിൽ കണ്ടിട്ട് ഭയങ്കര ഒരു കലിപ്പ് അല്ലെങ്കിൽ എന്തുവാ ഒരു ലാൽ സലാം ഒക്കെ പറഞ്ഞോണ്ടൊക്കെ നിൽക്കുന്ന എന്തുവാ പാർട്ടിയുടെ ഒരു ഇത് ഇല്ല അങ്ങനെയൊന്നുമില്ല. ആണ് എനിക്ക് മനസ്സിലായി. അങ്ങനെ വല്ല തോന്നുന്നു ഇങ്ങനെയൊക്കെ. ഇല്ല അത് ഇങ്ങനെ പാർട്ടി പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധമില്ല അതിനകത്തില് എന്റെ ക്യാരക്ടറിന്. അപ്പോ ഇത് വെറുതെ വെച്ചേ. അല്ല അതിനകത്തില് വേറൊരു നമ്മളായിട്ട് രൂപീകരിച്ചൊരു സംഘടനയുണ്ട്. അതെന്താണെന്ന് പറയുന്നില്ല. അതിനകത്തില് ഒരു സംഘടനയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ചൊറിയൻ ക്യാരക്ടർ എന്ന് പറയാം. അത്യാവശ്യം മറ്റുള്ളവർക്കിടയിലൊക്കെ കടന്നു കയറി. നമ്മള് മറ്റേ പണ്ട് സിനിമയിലെ ചില ഓരോ കോളേജിൽ ഓരോ അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്ത് പറഞ്ഞ് അപ്പുറത്ത് അങ്ങനെ ചൊറിയുന്ന അങ്ങനത്തെ ഒരു character. അതല്ല അത് അങ്ങനെയില്ല. പക്ഷെ എന്നാലും വേറൊരു കൈൻഡ് ഓഫ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഇപ്പം ഇൻഫ്ലുവൻസർ ഒക്കെ ആയിരുന്നു, ഷോർട്ട് ഫിലിംസ് ഇങ്ങനെ കയറി ഇപ്പൊ പെട്ടെന്ന് ഒരു മൂവിയിലോട്ട് വന്നതാണ്. അപ്പം എന്തായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ? ഇതിപ്പോ എന്റെ മൂന്നാമത്തെ പടമാണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം കോളേജ് ആയതുകൊണ്ടേ എനിക്ക് ഇതിനെ കോളേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട്. അപ്പൊ അതുകൊണ്ട് കുറെ നാൾക്ക് ശേഷം കോളേജിൽ പോകുന്നു. അപ്പൊ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടെ കയറി വന്നതാണല്ലോ. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേട്ടാ എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനും ഇപ്പൊ സോഷ്യൽ മീഡിയ നിൽക്കുന്നതിന് എങ്ങനെ മൂവിയിലേക്ക് കയറണ്ട, അങ്ങനെ കാര്യം ചോദിക്കാറുണ്ടായിരുന്നു? അങ്ങനെ ഇപ്പൊ അതൊരു വഴിയാണല്ലോ. ഒരുപാട് പേർക്ക് അതൊരു വഴിയായിട്ട് തന്നെ അതിൽ നിന്ന് ഒരുപാട് പേര് സിനിമയിലേക്ക് വരുന്നു. അപ്പൊ അതെല്ലാവർക്കും അറിയാം. അങ്ങനെ സിനിമയിൽ കയറണം എന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു. അങ്ങനെ തീർച്ചയായിട്ടും ഇതായിരുന്നു എൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടതും. അപ്പോൾ സിനിമയിൽ കയറുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തുടക്കം. അതായിരുന്നു. ഓക്കെ, ഇതിപ്പം ഫസ്റ്റ് മൂവിയാണോ? ഇത് ഫസ്റ്റ് മൂവിയാണ്. മൂവി കയറി തേച്ചു ബോയ് ഫ്രണ്ടിനെ? ഇല്ല, അത് അങ്ങനെയല്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഈ ഫസ്റ്റ് മൂവിയുടെ? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഫസ്റ്റ് മൂവി തന്നെ ഇങ്ങനെ നല്ലൊരു റോള് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് കറക്റ്റ് ഇതിലേക്ക് കയറുന്നത്. വിഷമത്തിരിക്കും. അത് വിഷമമൊന്നുമല്ല, പക്ഷെ നമ്മൾ ആ ഒരു ഫ്രണ്ട്സ് എല്ലാം ഇതായി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയും ഒരു 1.5 മാസം അവിടെ നിന്ന് അവിടെയും എൻജോയ് ചെയ്ത് വേറൊരു കോളേജ് ലൈഫ് പോലെ തന്നെയായിരുന്നു ഇവിടുത്തെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്. അതും ഒരു രസമായിരുന്നു. ഇപ്പോ ഇതിലിപ്പോ നായിക പ്രണയത്തിനിടയിൽ മിക്ക സിനിമയിൽ പോലത്തെ ഫൈറ്റും കരച്ചിലും ഇടയ്ക്ക് ബ്രേക്കപ്പ് പറഞ്ഞ് പാച്ചപ്പ് അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഉണ്ടോ കോളേജ് ലൈഫിലെ പോലത്തെ? ഇല്ല, ഇതിന്റെ ക്ലൈമാക്സ് ഇതിന്റെ ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കുന്നതല്ല എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. പറയാൻ വരുമായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു? അത് സെറ്റിൽ വെച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലവ് സ്റ്റോറി ആയിരുന്നു. അത് ഡിഫറെന്റ് ആയിട്ടുള്ള, കാരണം പണ്ടത്തെ ഒരു ടച്ച് ആയിരുന്നു. കാരണം കോളേജ് ട്രെയിലറിൽ എനിക്ക് മനസ്സിലായി ക്യാമ്പസ് എന്നിട്ട് ഒരു പണ്ടത്തെ ഒരു ടച്ച് ആണ്. ഇപ്പോഴത്തെ ഒരു കോളേജ് പോലത്തെ ഒരു ഇതല്ല. അപ്പം അങ്ങനത്തെ ഒരു അതും ഏകദേശം 2012-13 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായിരുന്നു. ആ ഒരു ഇതും കണ്ണൂർ സൈഡിൽ നിന്നാണ് നിങ്ങൾ കൂടുതൽ എടുത്തിട്ടുള്ളത്. കണ്ണൂർ ആൾക്കാരാണ്. അപ്പം ആ ഒരു സ്ലാങ് ആണ് അതിൽ കൂടുതലുള്ളതല്ലേ? അപ്പൊ ഇതെന്താണ് കണ്ണൂരിലുള്ളത് എടുക്കാൻ കാര്യം? അല്ല, നമ്മുടെ ആ ഒരു കാലഘട്ടത്തില് സാധാരണ കോളേജുകളിൽ ഉണ്ടാകുന്ന പ്രണയത്തിന്റെ ഒരു അതെങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ രീതികളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോഴത്തേക്ക്. അപ്പൊ എന്ത് ഓപ്പണായി നമ്മൾ പറയും. പക്ഷെ അന്ന് അങ്ങനെ അല്ലല്ലോ. നമുക്ക് പേടി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ഒരു നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ, അതാണ് ഒരു റിയൽ ലവ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒക്കെ അറിയാലോ, പോകുന്നു 2 മാസം കഴിയുന്നു ബ്രേക്കപ്പ്. ഇവിടെ ആരെങ്കിലും തേപ്പ് കിട്ടി ബ്രേക്കപ്പ് ആയി അങ്ങനെയൊക്കെ ഇരിക്കുന്നവരൊക്കെ. അല്ല, അത് പറയുമ്പോ എന്തൊരു സിനിമയിൽ പേര് കൊടുത്തില്ലായിരുന്നു? അതായിരുന്നു പേരൊക്കെ ഉണ്ട്. പേരല്ല, സൗഹൃദം എന്ന് പറയാം. ഞങ്ങൾ ബെസ്റ്റിയാണ്. ബെസ്റ്റി ഉണ്ടോ? റിലേഷൻഷിപ്പില്ല, ബെസ്റ്റി ഉണ്ട്. ഞങ്ങൾക്ക് അതേ ഉള്ളൂ, ഫ്രണ്ട്ഷിപ്പ്. അല്ല, നമുക്ക് അങ്ങനെ പേരായിട്ടൊന്നും ഇല്ല. അല്ല, ഞാൻ റിയൽ ലൈഫ് ചോദിച്ചു. ഇപ്പൊ തേപ്പ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. അതാ ചോദ്യം ഒന്ന് മാറി കിട്ടുമല്ലോ. ഇല്ലാന്ന് വെച്ചാൽ പിന്നെ ചോദിക്കത്തില്ലല്ലോ. അല്ല, ഇവിടെ അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഒന്നും മനസ്സിലുണ്ട്, പക്ഷെ പറയാത്ത ചോദിച്ചോല്ലേ പ്രണയം. അത് ഓരോ കാലഘട്ടത്തിലും പലരും വ്യത്യാസങ്ങളുണ്ടല്ലോ. പണ്ടത്തെ കാലത്ത് നമ്മളെക്കാളും മുന്നത്തെ കാലത്ത് ഒരുപാട് സമയം എടുക്കിയിരിക്കാം. കാരണം ഇതിന് ടെക്നോളജി ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പം അവർ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ എത്തുമ്പോൾ തന്നെ 2 വർഷം പിടിക്കും. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ സംസാരിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ തന്നെ നമ്മൾ 6 മാസം സംസാരിക്കുന്നത് 24 മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കും. അപ്പൊ അതിനനുസരിച്ച് ഫാസ്റ്റ് ആവാം. നമ്മൾ ആ
പിള്ളേര് ജനറേഷൻ കിട്ടണമെന്ന് കാര്യമില്ല, സമയത്തിന്റെയും കാലഘട്ടത്തിന്റെയും വ്യത്യാസം എല്ലാത്തിലും ഉണ്ടായിരിക്കും. അന്നത്തെ കാലത്ത് നമുക്ക് അവൈലബിലിറ്റി നേരിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പണ്ട് അതില്ല, പണ്ട് അതെ, അതൊരു കത്ത് തന്നെ ചിലപ്പോൾ ഒരു 200 പ്രാവശ്യം വായിക്കും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നേരിട്ട് കാണുന്നില്ല, ഫോൺ വിളി മാത്രമായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്യൂരിയോസിറ്റി ആണ് എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറയാ ഇപ്പൊ ഹൊറർ സിനിമ എടുക്കാന്നിരിക്കുക, ഇപ്പൊ മണിച്ചിത്രത്താഴ് എന്ന സിനിമയില് ആ പ്രയത്നം റിവീൽ ചെയ്യാത്തതാണ് നമുക്ക് ആ ക്ലൈമാക്സ് വരെ ആരാണ് കാണാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. സ്റ്റാർട്ടിങ് തന്നെ കാണിച്ച് നമുക്ക് നഷ്ടപ്പെടും. അതും എല്ലാ കാര്യങ്ങളിലും നമുക്കത് മുഴുവൻ റിവീൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് കുറച്ചും കൂടി ആ ഒരു സംഭവം അത് ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ക്യാരക്ടറാണെങ്കിൽ എല്ലാം ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ തന്നെയാണ്. അല്ല അല്ല ഞാനവിടുന്ന് വീഡിയോ കോള് റിവീൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് പറഞ്ഞത് ഉത്തരം വേറെ, അതിൽ പോയി മനസ്സിലായത് നമുക്ക് ക്യാരക്ടർ റിവീലിൽ കാണാൻ ക്യൂരിയോസിറ്റി. അപ്പൊ ഇതിലെന്താ ക്യൂരിയോസിറ്റി നേരത്തെ കാണിച്ചതാ ഞാൻ എനിക്ക് മനസ്സിലായി. അപ്പൊ അതാണ് ഇപ്പഴത്തെ പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ റിലേഷൻഷിപ്പിൽ എല്ലാവരും മനസ്സിൽ ബെസ്റ്റ് ആണ് പ്രശ്നം. അങ്ങനെയൊക്കെ പണ്ടൊന്നും അതില്ല. പണ്ട് ബെസ്റ്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ പ്രണയം എന്ന് പറഞ്ഞ ബെസ്റ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിനോട് എന്താ പറയാനുള്ളത്? അവിടെ അത് കേൾക്കുമ്പോ എന്തോ ഉണ്ട്, പുച്ഛവാ. ഇത് ബെസ്റ്റി റിലേഷൻ അവിടെ പുച്ഛവാ. ഈ ബെസ്റ്റ് ആളെ വെച്ച് കല്യാണം കഴിപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കൂടുതൽ കിടക്കേണ്ടതിലേക്ക് ബെസ്റ്റിക്ക് ഭയങ്കര സങ്കടമായിരിക്കും പൊതുവെ കാണുന്നത്. മിക്ക എല്ലാ വെസ്റ്റുകളും ക്ഷമിക്കുക, എല്ലാവരുടെ കാര്യമില്ല. മറ്റുള്ള വെസ്റ്റുകൾക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു ആൺകുട്ടിക്ക് കുറെ കാലം ഫ്രണ്ടാന്ന് പറഞ്ഞ് നടന്നാലും അവൻ അറിയാതെ അവളെ ചിലപ്പോൾ എവിടെയെങ്കിലും ഏത് നിമിഷത്തിൽ ഒന്ന് പ്രണയിച്ച് പോവും ആയിരിക്കും. അല്ല സീരിയസ്ലി ഞാൻ കേൾക്കാൻ വേണ്ടി നോക്കിയതാ. ഉത്തരം പറയാ ഒന്നും ആരും ട്രോളല്ലേ വിചാരിച്ചാണ് ഉത്തരം പറയുന്നത്. പണ്ടൊക്കെ ഒരുപാട് സിനിമകൾ അതിന് ഇഷ്ടം പോലെ സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കല്യാണ രാമൻ എന്നുള്ള സിനിമയിലൊക്കെ ലാസ്റ്റ് അതൊക്കെ ഞാൻ പറയുന്നില്ല, മനസ്സിലായി. അപ്പൊ ഇതിന്റെ എപ്പോഴും നിങ്ങൾക്ക് ഓരോ ക്യാരക്ടർ എന്നിട്ടുള്ളൂ. ഇപ്പൊ എപ്പോഴാണ് നിങ്ങളുടെ ഇതിലോട്ട് വന്നത്, ഈ ക്യാരക്ടറിലോട്ട്? ഇപ്പൊ ഇങ്ങനെ പറയുള്ളൂ നിങ്ങൾക്ക് ഇന്ന ക്യാരക്ടറാണ് ഈ മൂവിയിലോട്ട് എന്നൊക്കെ. ഷൂട്ട് തുടങ്ങി അല്ല അങ്ങനെയല്ല, ഒരു സ്ക്രിപ്റ്റ് തരുമല്ലോ. ഇത് എപ്പോഴാണ് ഈ ലൈഫിലോട്ട് വന്ന് ഇങ്ങനത്തെ ഒരു മൂവി എടുക്കുക, ഷൂട്ട് തുടങ്ങുന്നതൊക്കെ ഞാൻ ചോദിച്ചത്. നിങ്ങൾ എങ്ങനെ ഈ സിനിമയിൽ എത്തിപ്പെട്ടേന്ന്? ഓ അതാണ്. ഓക്കെ. അല്ല ഇത് ഇതിൽ എന്നെ വിളിച്ചത് ഋഷി, ഇതിന്റെ ഡയറക്ടർ ഋഷി ഉണ്ട്. വിജയ് ചേട്ടന്, അതെ വിജയ് ചെമ്പിലോട് ഋഷി സുരേഷ്. അപ്പോൾ ഋഷിയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ വിളിച്ചാണ്, ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു. മൊത്തം കഥയൊക്കെ പറഞ്ഞപ്പോൾ രസമുണ്ട്. നല്ലൊരു കുറേ നാൾക്ക് ശേഷം ഒരു ക്യാമ്പസ്, ഒരു ലവ് സ്റ്റോറിയും പൊളിറ്റിക്സും എല്ലാം. പിന്നെ നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്ന കിണറിന് വരെ കഥ പറയാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. എഴുതിയിട്ടുള്ളത് സൂക്ഷിച്ചു നോക്കിയാൽ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവല്ലോ. അതൊക്കെ കണ്ടാ മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇതിലിപ്പം ക്യാമ്പസിലിപ്പം ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ട്രെയിലറിൽ കണ്ടപ്പം വെട്ടിയാച്ചേട്ടനൊക്കെ ഞാൻ കണ്ടപ്പോ ഇതില് ഫണ്ണി മൊമെന്റ്സും ഉണ്ട്. ഫുൾ ഒരു ക്യാമ്പസിൽ നടക്കുന്ന എന്താണോ അതാണല്ലേ ഇപ്പം ഈ സ്റ്റോറിയിലുള്ള. ഇപ്പം മെയിൻ ആയിട്ട് ബാക്കി ക്യാമ്പസിൽ വെച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? ബാക്കി ക്യാമ്പസ് സ്റ്റോറി വെച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല സീരിയസ്ലി അങ്ങനെ ഒരു പിന്നെ അവിടെ ഇല്ലാത്ത ഒരു സംഘടന ഇവിടെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ വേറൊരു സംഘടനയുടെ ഭാഗമാണ്. അങ്ങനെയൊക്കെ കുറച്ച് ഫിക്ഷൻ സാധനങ്ങളുണ്ട്. പൊതുവെ ഇല്ലാത്തൊരു സംഭവം പൊളിറ്റിക്സും പ്രണയവും ഒക്കെ തന്നെ. അത് ശരിയാണല്ലേ. ശരിയാ. ചേട്ടൻ നേരത്തെ തന്നെ ക്യാമ്പസിൽ ഒരു മൂവി ചെയ്തിട്ടുണ്ട്, സൂപ്പർ ശരണ്യയില് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണല്ലോ സാറ് ഇവിടെ സ്റ്റുഡന്റ്. ഓക്കെ. രണ്ടും പക്ഷെ ക്യാമ്പസ് ആണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പൊ ആദ്യത്തെ മൂവിയില്, നേരത്തെ മൂവിയിൽ ക്യാമ്പസിന്റെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതില് ആ ഒരു വ്യത്യാസം. അത് വർക്ക്ഔട്ട് ആവുന്നില്ല. ഒരു പ്രണയമുണ്ട്, അവസാനം അത് ബ്രേക്കപ്പ് ആയി പോകുന്നു. പിന്നെ ആർക്ക് വന്നതാ ഇങ്ങനത്തെ ഒരു പരിപാടി. ഈ പറഞ്ഞ പോലെ നമുക്കും ഇപ്പൊ കുറെ നാൾക്ക് ശേഷം ക്യാമ്പസിൽ വരാൻ സാധിക്കുന്നതൊക്കെ ഇതാണുള്ളത്. സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. നമുക്ക്
ഒരു 40-45 ദിവസം ക്യാമ്പസിനകത്ത് തന്നെയായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, രസമായിരുന്നു. ക്യാമ്പസിനകത്ത് പിള്ളേരും ക്ലാസ്സും മാഷും അങ്ങനത്തെ ഒരു ആംബിയൻസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എത്ര നാളത്തെ ഷൂട്ടിംഗ് ആയിരുന്നു അപ്പോൾ? 40 ഡേയ്സിന് പോകുന്നുണ്ടായിരുന്നല്ലേ. ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഓർ ഒരു മെമ്മറി എന്തെങ്കിലും പറയാൻ പറഞ്ഞ എന്തെങ്കിലും കാണും? എല്ലാവരും ആ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം എല്ലാവരും ഇരുന്ന് ഗെയിമൊക്കെ കളിക്കുക. കോളേജിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ കൂടുതലുണ്ടാവല്ലോ, അപ്പൊ അവർക്കും കോളേജിൽ പോയ ആൾക്കാർക്കൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതൊരു നമ്മളെ കോളേജ് ഡേയ്സ് ആയിട്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ ഒരു ആ ഒരു എസ്എൻ കോളേജ് ആയിരുന്നു, അങ്ങനത്തെ ഒരു പ്രത്യേകതരം ക്യാമ്പസ് ആയിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഷൂട്ടിന്റെ ഒരു അങ്ങനത്തെ ഒരു ഇതും തോന്നിയില്ല. പിന്നെ ബേസിക്കലി ഇപ്പം അങ്ങനെ പറയല്ല, ഇപ്പൊ നമ്മുടെ പുതിയ പ്രൊഡക്ഷനാണ്, അങ്ങനെ വലിയൊരു സമ്പത്തൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാരവൻ അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാവരും ക്ലാസ് റൂമിലായിരുന്നു. അപ്പൊ ഫുൾ ടൈം ഷൂട്ടിലെങ്കിൽ ക്ലാസ് റൂമിൽ വന്നിരിക്കുക, കിടന്നുറങ്ങുക, കളിക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടികളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഏകദേശം ഒരുമിച്ച് എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ ഫുൾ ടൈം ക്ലാസ് റൂമിൽ ഇരിക്കാന്ന് സംഭവം ഉണ്ടല്ലോ, അത് ഈ പടത്തിൽ നമുക്ക് എല്ലാവർക്കും സൂര്യചേട്ടൻ ഫസ്റ്റ് ടൈമാണ് ഒരു നായകനായിട്ട് ഒരു മൂവിയിലോട്ട് വരുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? എന്റെ രണ്ടാമത്തെ മൂവിയാണിത്. നേരത്തെ അറിയാൻ ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞു? അത് കുഴപ്പമില്ല, എനിക്ക് നാളെ സംഭവിക്കാം. ഇതൊക്കെയാണ് കാരണം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. കാരണം അറിയാതെ അറിഞ്ഞറിഞ്ഞ് വരുന്ന പ്രത്യേക സുഖമല്ലേ, ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. പോസ്റ്ററും ട്രെയിലറും കുറച്ചുകൂടി വന്നിട്ടുണ്ട്, അതാണ്. ഇല്ല, എന്റെ രണ്ടാമത്തെ മൂവിയാണ് ഇപ്പൊ റിലീസ് ആയതില്. ആദ്യത്തെ ഒരു മൃദുഭാവെ ദൃഢഗതി എന്നുള്ള സിനിമയായിരുന്നു, ഷാജുൻ ടെൽസറിന്റെ പടം. ശേഷം ഇതാണ്. അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ എനിക്ക് ഇപ്പൊ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ അതിന്റെ ചൂട് അതോടെ പോകുന്നു വിചാരിച്ചു. പക്ഷെ ഇതില് എനിക്ക് കൂടുതൽ ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു സ്റ്റോറി ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിലായാലും എല്ലാവരും വന്ന് ഇപ്പൊ ഫാമിലിക്ക് കാണാൻ പറ്റുന്നതാണോ അതോ ഇപ്പോഴത്തെ പിള്ളേർക്ക് കാണാൻ പറ്റുന്നത്? ആർക്കും കാണാം, ഏത് ഏജ് ഗ്രൂപ്പിനാണ് കാണാൻ പറ്റുന്ന ഒരു മൂവി. ഇപ്പൊ ചേട്ടനെ കാണാൻ ഉണ്ണിമൂന്നിനെ കട്ടുള്ളതായാലും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാനിപ്പോ ഒരു ഫ്രണ്ടിന് ഓൺസ്ബി ഇങ്ങനെ വീഡിയോ അയച്ചു അപ്പൊ ഇങ്ങനെ ഓൺസ്ബി വീഡിയോ അയച്ചു, ഞാൻ ഉണ്ണിമൂന്നിനാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് ഇത്ര ഞാൻ പറയില്ല, കാരണം എന്താ അറിയോ, അയാളുടെ ഒരു രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കമന്റിലൊക്കെ ഇടയ്ക്ക് കാണും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി കുറച്ച് കുസൃതി ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? ഇത്ര നേരം ചോദിച്ചത് ഇന്റലിജന്റ് അങ്ങനല്ല, കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിക്കാൻ ഒന്ന്, ഇത് കുസൃതി ക്വസ്റ്റ്യൻ ആ രീതിയിലുള്ള ഒരു ആൻസർ ആയിരുന്നു. ഒരു ഡാൻസർ കുഴിയിൽ വീണു, അയാൾ എങ്ങനെ പുറത്തിറങ്ങും? എന്റെ ദൈവമേ, വായിക്കാറുണ്ടല്ലേ? പിന്നെ എങ്ങനെ ആൻസർ അറിയാം? ചിന്തിച്ചപ്പോ നിങ്ങൾക്ക് ഞാൻ ചിന്തിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളല്ലോ. ഒരാൾ ഒരു റൂമിൽ പെട്ടുപോയി, അവിടെ ഒരു കലണ്ടർ മാത്രമേ ഉള്ളൂ. അയാൾക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി, അയാൾ എന്ത് കഴിക്കും? ഇതൊക്കെ എളുപ്പമാണല്ലേ. വേറെ ചോദിക്കാം. ഒരു പയ്യൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു, പെട്ടെന്ന് സിഗരറ്റ് കത്തിക്കാൻ നോക്കി, പക്ഷെ തീപ്പെട്ടിയോ ലൈറ്ററോ ഇല്ല. അയാൾ എങ്ങനെ കത്തിക്കും? ഫോൺ നോക്കിയിരുന്നു, ഫോൺ നോക്കിക്കൊണ്ട് സിഗരറ്റ് കത്തിക്കാൻ നോക്കി, പക്ഷെ തീപ്പെട്ടി ലൈറ്ററും ഇല്ല. അപ്പൊ എങ്ങനെ കത്തിക്കും? കത്തിച്ചോ? കത്തിക്കണം. പക്ഷെ അവള് കത്തിക്കുന്നുണ്ട്, അതെങ്ങനെയാ കത്തിക്കും? ഇതിൽ ഇത് കിട്ടത്തില്ല, ഇത് കിട്ടില്ല. ഫോണിൽ മറ്റേ ഫയറിന് സ്മൈലി അടിച്ചിട്ട് അല്ല, ഏകദേശം കടത്തി. ഫ്ലാഷിൽ എങ്ങനെ ലൈറ്റ് എത്തുന്നത്? ഫ്ലാഷിലെ ലൈറ്റ് എത്തുന്നത് നമ്മുടെ ഇത് തീയാണ് വരുന്നത്. ഞാൻ പറയട്ടെ, ആ പയ്യൻ ഫ്രീ ഫയർ കളിക്കായിരുന്നു. കത്തി ഇനി അതെന്തോന്ന് പറഞ്ഞ അതൊരു ഗെയിം. അറിയത്തില്ല, അറിയാം. ഞാനും ഗെയിം കളിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഈ റീൽസും അതും ഇതും കാണുമ്പോൾ മനസ്സിലാവും ഫ്രീ ഫയർ പബ്ജി. അതിന് കുസൃതി ക്വസ്റ്റ്യൻ വേണ്ട, എല്ലാം നിങ്ങൾ ഇനി ആൻസർ പറയും. ചേട്ടൻ പെട്ടെന്ന് പറയും, പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറുമ്പനാണ്. ഓക്കെ, ഇതിലിപ്പോ നിങ്ങള് ഞാൻ കേട്ട കാര്യം ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതില്
ആൾക്കാർ ചെയ്തത് ഈ മൂവിയുടെ കാര്യം എന്നൊക്കെ കേട്ട് അതിന്റെ ഒരു സ്റ്റോറി നിങ്ങളൊന്ന് പറയാമോ? ഈ മൂവിയിൽ നിങ്ങളുണ്ടായ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ. മീൻസ് പ്രൊഡക്ഷൻ സൈഡാണോ അതോ? എല്ലാം. അല്ല, ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാല് ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഒരാൾ, രണ്ടുപേരുണ്ടല്ലോ. കാരണം ഒരു സാധാരണ നാട്ടുപുറത്തുള്ള ഒരു ഹോട്ടൽ ഉടമകളാണ്, ഹോട്ടൽ നടത്തുന്ന സാധാരണ നാടൻ ഭക്ഷണമൊക്കെ അവരെ വലിയൊരു വിജയമല്ലേ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക. A1 പ്രൊഡക്ഷൻസ് അവരുടെ വലിയൊരു വിജയം തന്നെ സിനിമ. അവർ കാസ്റ്റ് ചെയ്ത ടീം, കാരണം നല്ല കാസ്റ്റിംഗ് ആയിരുന്നു ഇതിൽ. കാരണം നമുക്ക് കൂട്ടുകാരായിട്ട് വരുന്നതും അല്ലെങ്കിൽ അവർ ചെയ്ത ക്യാരക്ടർ അവരെല്ലാവരും ഓരോരുത്തരും അവരുടെ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് മറ്റുള്ള സിനിമകളെ പ്രഷർ, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രഷർ ഉണ്ടല്ലോ ഡയറക്ടർ സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ പ്രഷർ, അങ്ങനെയുള്ള പ്രഷറൊന്നും ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല. കാരണം മാക്സിമം എല്ലാവർക്കും ആ ക്യാരക്ടർ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഭാവം പറയാൻ പറ്റില്ല, പക്ഷെ മറ്റുള്ള ചെയ്തതിന് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ടുണ്ട് അവർ ചെയ്തത്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അത് നല്ലൊരു കാസ്റ്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും. സിനിമ കാണുമ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിന്റെ സിനിമ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഓരോ ക്യാരക്ടറിനും അവർക്ക് അത്രയും നല്ല രീതിയിലാണ് അവരെ. ഞാനൊരു ലവ് സോങ്ങും കണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. അപ്പൊ അതിന്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തോ സോങ് ഉണ്ട്. സോങ് ഉണ്ട്. അതൊരു ഈ ഒരു ഇതില് ഒരു ലവ് സോങ് മാത്രമല്ല, ഇപ്പൊ ഒരെണ്ണം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ ഉണ്ട്. ഓക്കെ, അപ്പം മൊത്തം ഒരു റിലേഷൻഷിപ്പ്, കോമഡി, ഫൈറ്റ്, പാർട്ടി, അങ്ങനെയൊക്കെ കോളേജിൽ ഉണ്ടാകുന്ന എല്ലാം ഉണ്ട്. അപ്പൊ ഒത്തിരി നാൾക്ക് ശേഷം അങ്ങനത്തെ ഒരു കോളേജ് ലൈഫ് സ്റ്റോറി കോളേജ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും May 9 അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒത്തിരി ഇതുപോലത്തെ മൂവീസ് ഒക്കെ വരട്ടെ, നമുക്ക് ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് കാണാൻ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. ശേഷം നിങ്ങൾ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. താങ്ക് യു.